സഹകരണ സ്ഥാപനങ്ങളിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള ഭരണപക്ഷ എം.എൽ.എ. എച്ച്. സലാമിൻ്റെ ചോദ്യത്തെ ചൊല്ലി വിവാദം. ക്രമക്കേട് കണ്ടെത്തിയ സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണം, പേര്, പട്ടിക എന്നിവ ചോദിച്ചുകൊണ്ടുള്ളതായിരുന്നു CPM എം.എൽ.എ. എച്ച്. സലാമിൻ്റെ ചോദ്യം. സംഭവം വിവാദമാകുമെന്ന് മനസ്സിലാക്കിയ അമ്പലപ്പുഴ എം.എൽ.എ. ചോദ്യം പിൻവലിച്ചു. കരുവന്നൂർ, കണ്ടല ഉൾപ്പെടെ ഇടതു നേതൃത്വത്തിലുള്ള ഭരണസമിതികളുടെ ക്രമക്കേടുകൾ സംബന്ധിച്ച കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ മുന്നോട്ടു പോവുകയാണ്. വിഷയത്തിൽ CPM ഉൾപ്പെടെ പ്രതിരോധത്തിലുമാണ്. ഇതിനിടെയാണ് സഹകരണ സ്ഥാപനങ്ങളുടെ ക്രമക്കേട് സംബന്ധിച്ച ചോദ്യം നിയമസഭയിൽ അമ്പലപ്പുഴ എം.എൽ.എയും CPM നേതാവുമായ എച്ച്. സലാം ഉന്നയിക്കാൻ ശ്രമിച്ചത്. സഹകരണ വകുപ്പിന്റെ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ കേരളത്തിലെ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഏതൊക്കെയാണ്? ഇവയുടെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാണെന്നതിന്റെ വിശദാംശം വ്യക്തമാക്കാമോ എന്നാണ് എച്ച്. സലാം സഹകരണ മന്ത്രി VN വാസവനോട് ചോദിച്ചത്. ഓരോ സഹകരണ സംഘത്തിലും സ്ഥാപനത്തിൽ നടന്ന ക്രമക്കേടുകൾ തരംതിരിച്ച് വിശദമാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. 10 ദിവസം മുൻപ് MLA കൊടുത്ത ചോദ്യം നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ചോദ്യത്തിന് മറുപടി തയ്യാറാക്കി സഹകരണ വകുപ്പിൽ നിന്ന് ഫയൽ ലഭ്യമാക്കിയപ്പോൾ അപകടം മനസ്സിലാക്കിയ സഹകരണ മന്ത്രി വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ക്രമക്കേട് സംബന്ധിച്ച് വിശദമായി മറുപടി നൽകിയാൽ CPM-ഉം സർക്കാരും വെട്ടിലാകും. ഇതോടെ ചോദ്യം അടിയന്തരമായി പിൻവലിക്കാൻ CPM നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ചോദ്യം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MLA നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി. വെബ്സൈറ്റിൽ നിന്ന് ചോദ്യം നീക്കിയെങ്കിലും അച്ചടിച്ചു വന്ന ചോദ്യങ്ങളുടെ ബുക്ക്ലെറ്റിൽ സലാമിന്റെ വിവാദ ചോദ്യം ഇടം നേടിയതോടെയാണ് വിവരം പുറത്തു വന്നത്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ 793 നമ്പറായിട്ടാണ് ചോദ്യമുണ്ടായിരുന്നത്. പിൻവലിച്ചിരിക്കുന്നുവെന്ന് പേന കൊണ്ട് പിന്നീട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.